ചിലപ്പോൾ ചില ആൾക്കാർ നിന്ന് മൂത്രമൊഴിക്കാൻ നമ്മൾ പറയാ, നിന്നിട്ട് മൂത്രമൊഴിക്കാനേ പാടില്ലാത്തുള്ളൂ അല്ലേ? പക്ഷെ ഈ ലിംഗത്തിലൂടെ പോരുന്നതൊക്കെ മൂത്രാക്കല്ലേ, അതിലെ പോരിനൊക്കെ നജസ. അങ്ങനെയാണെങ്കിൽ മനീകിപ്പം ത്വാഹിറല്ലേ? മൂത്രാകണമെങ്കിൽ അതിനൊരു കെമിസ്ട്രി ഫിസിക്സ് വകുപ്പ് അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ. ഒരു ചായ ഉണ്ടാക്കാൻ എടുക്കുന്ന വെള്ളം ഏതാണ്? അതിന് നമ്മൾ H2O എന്നൊക്കെ അല്ലേ സ്കൂളിലൊക്കെ പഠിച്ചാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. അപ്പൊ 3 ഹൈഡ്രജനും 2 ഓക്സിജനും ഒക്കെ ആയാൽ വെള്ളമാകൂല, വേറെ എന്തെങ്കിലും ആവും. അപ്പൊ ഇതിന്റെ രാസവാക്യൊക്കെ ഞാൻ കുടിച്ചില്ല കേട്ടോ. ഇതൊക്കെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പലതും ഉണ്ടാവും. ഇതുപോലെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നതുപോലെ മൂത്രത്തിന് അതിന് ശാസ്ത്രപരമായിട്ടുള്ള ഒരു രാസവാക്യം ഉണ്ടാവും. അള്ളാന്റെ ഔലിയാക്കൾ വല്ല മൂത്രം വെച്ച് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ ആ H2O മറ്റുള്ളത് നിൽക്കൂല, അല്ലെ H2O ഉണ്ടാകുക, മൂത്രത്തിന്റെ രാസവാക്യം ഒക്കൂല. ഇനി അതൊക്കെ പോട്ടെ, അതൊക്കെ വലിയ പരിശോധന. നമ്മൾ തന്നെ ഒരു മൂത്രത്തെ മനസ്സിലാക്കാൻ നമ്മളെന്താ ചെയ്യല്? മൂത്രത്തിൻ്റെതായ ഒരു മണം ഉണ്ടാവും. അള്ളാന്റെ ഔലിയാക്കൾ അങ്ങനെ ആരെങ്കിലും മുമ്പ് നിന്ന് കണ്ടിട്ടെങ്കിൽ ഒന്ന് മണുണ്ടോ നോക്കിയേണ്ടി. ഒരു കുട്ടി മൂത്രമൊഴിച്ച് ആ പരിസരത്ത് കടക്കാൻ പറ്റൂ? നമ്മളെ അനുഭവത്തിൽ അങ്ങനെയുള്ള പലർക്കില്ലേ. മഹാനരായ കോയപ്പാപ്പാനെ പറ്റി അങ്ങനെ പറയണേ. എന്ന് മാത്രമല്ല, ഇപ്പൊ കോയപ്പാപ്പ നിന്ന് മൂത്രമൊഴിച്ചാണ് ഓട്ടും പുറത്ത്. പക്ഷെ ആ ഒരു ഇറ്റ് പുറത്ത് വരില്ല, അവിടുന്ന് ഒഴിച്ചും ചെയ്തു. കണ്ട അനുഭവസ്ഥരില്ലേ? വാസനല്ലോ, പിന്നെ എങ്ങനെ നമ്മളതിന് മൂത്രം എന്ന് പറയല്? അപ്പൊ നമ്മളതിന് യഥാർത്ഥത്തിലേക്ക് ചിന്തിച്ചാൽ നിന്ന് മൂത്രം വെച്ചിട്ടുണ്ടെന്നില്ല. അവരെ ശരീരത്തിൽ നിന്ന് അവർ കുറച്ച് നല്ല ശുദ്ധമായ വെള്ളം അന്നെ തട്ടിപ്പാക്കാൻ വേണ്ടി പ്രത്യേകമായ രൂപത്തിൽ പുറത്തു നള്ളിയെന്നുള്ളൂ. അപ്പൊ ഏതായാലും ഇങ്ങനെ പലതും നോക്കും. നമ്മൾ സിഗരറ്റിന്റെ പോലെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നും ഹയാത്തുള്ള മഹാന്മാർ നോക്കി നിങ്ങൾ 100 എണ്ണം ഒരേ ഇരുത്തത്തിൽ അവർ വരിച്ചാലും അവിടെ സുഗന്ധാണുള്ളത്. അപ്പൊ തൊള്ളേക്ക് വെക്കുന്നത് സിഗരറ്റാണ്, വരുന്നത് അത് വേറെ അത്തറാണ്. അവരുദ്ദേശിച്ച രൂപത്തിൽ അത് മാറ്റിയെടുക്കും. അള്ളാഹു അവർക്ക് അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്.